ലാസ്റ്റ് 2 weeks ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. എനിക്ക് കൊള്ളും പനിയൊക്കെ പിടിച്ചു. അപ്പം ഞാൻ ഫേസ്ബുക്കിലൊന്നും ആക്റ്റീവ് ആയിരുന്നില്ല. അപ്പം ഞാൻ ഇന്ന് കാലത്ത് ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയപ്പോഴാണ് സന്ധ്യ കൊച്ചൗസേപ്പ് 5 ലക്ഷം രൂപ അത് കിട്ടിയിട്ടുണ്ട് വിജീഷ് കസ്റ്റമേഴ്സ് കുറേ സംഭവങ്ങൾ കണ്ടത്. നമ്മൾ പലരും മനസ്സിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഈ വഴി തടയുന്ന ആൾക്കാരോട് നമ്മൾ മനസ്സിൽ പറഞ്ഞിട്ടൊരു കാര്യമാണ്. വളരെ ധൈര്യത്തോടെ തുറന്ന് ചോദിച്ചൊരു വ്യക്തിയാണ് സന്ധ്യ. ആൻഡ് ഐ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു കൺഗ്രാറ്റുലേറ്റ് ഹർ. ഞാൻ എൻ്റെ ബ്ലോഗിൽ കൂടിയാണ് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നെങ്കിൽ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി അഭിനന്ദനങ്ങൾ അറിയിച്ചത് 5 ലക്ഷം രൂപ വാഗ്ദാനം നൽകിക്കൊണ്ടാണ്. അതൊക്കെ PR. ഈ കറക്റ്റ് സമയത്ത് തന്നെ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാല് ടിവിയും പത്രമൊക്കെ എടുത്ത് ഹൈപ്പ് ചെയ്യും. അതൊക്കെ ഒരു ബിസിനസ് ടെക്നിക്ക് മാത്രമാണ്. അത് ശരിയാണ്, അതിന് നല്ലൊരു PR ആംഗിൾ ഉണ്ട്, കറക്റ്റ് ആണ് പറഞ്ഞത്. പിന്നെ ഈ പുള്ളി ഇതിനു മുമ്പ് ഇങ്ങനത്തെ PR ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരാൾ സ്വന്തം കിഡ്നി കൊടുത്തിട്ടൊക്കെ PR ആക്ടിവിറ്റി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതും എസ്പെഷ്യലി ഇത്തരം വലിയൊരു ബിസിനസ്സുകാരൻ. ഒരുപാട് ഇഷ്യൂസിൽ മാതൃകാപരമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, റോൾ മോഡലായി നിന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെയുള്ള ബിസിനസ് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരുപാട് പേഷ്യൻസിന് കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടന്നത്. പിന്നെ ഈ ഒരു കിഡ്നി ഡൊണേഷൻ ചെയിനെ കുറിച്ച് അറിയാത്തവരോട് ഞാൻ പറയണം, അതായത് ഇപ്പൊ എനിക്കൊരു കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ എനിക്കൊരാൾ കിഡ്നി തരികയാണെങ്കിൽ എന്റെ ഫാമിലിയിലത്തെ ഒരാൾ വേറെ ആൾക്ക് കിഡ്നി കൊടുക്കണം. ഈ ഒരു സമ്മതപത്രത്തോടു കൂടി മാത്രമേ കിഡ്നി നമുക്ക് നടക്കുള്ളൂ. സോ ഇറ്റ്സ് ലൈക്ക് എ ചെയിൻ ബേസിക്കലി. അപ്പോൾ ഞാൻ ഈ സംഭവം മനസ്സിലാക്കിയത് ഫാദർ ഡേവിസ് ചെറിയ അല്ലെങ്കിൽ കിഡ്നി അച്ഛന്റെ ഒരു ഓൺ എയർ ഷോ ദുബായിലൊരു റേഡിയോയിൽ കേട്ടിട്ടാണ് ഞാൻ ഈ സംഭവം മനസ്സിലാക്കിയത്. ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തി എന്തുകൊണ്ട് ജസീറ മാഫിക്കെതിരെ സംസാരിച്ച ജസീറയ്ക്ക് 5 ലക്ഷം കൊടുത്തില്ല? ലിസൺ, ഞാനിപ്പോ പറയുകയാണെങ്കിൽ ജസീറയ്ക്ക് മാത്രമല്ല, ഒരുപാട് ഇങ്ങനെ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ പാവപ്പെട്ട സ്ത്രീകളെ ഒരുപാട് പേർക്ക് 5 ലക്ഷം രൂപ കൊടുക്കട്ടെ, ഇൻക്ലൂഡിങ് മീ. ഞാനും വീഡിയോ റെസ്പോൺസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ പ്രതികരിക്കുന്നതല്ലേ, എനിക്ക് 5 ലക്ഷം രൂപ തന്നോട്ടെ. പക്ഷെ അത് മൂപ്പര് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ ഇല്ല, അത് ആർക്ക് കൊടുക്കണം തീരുമാനിക്കാനുള്ള അവകാശം അങ്ങർക്ക് മാത്രമാണെന്നാണ് എൻ്റെ ഒരു പക്ഷം. പിന്നെ ഇങ്ങനെ മാത്രമല്ലോ പണക്കാരായിട്ട് നമ്മുടെ നാട്ടിലുള്ളത്. ഇതുപോലെ പ്രതികരിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ ഇനിയും പണക്കാർ വന്ന് പൈസ കൊടുക്കട്ടെ. അപ്പോ സന്ധ്യ പോലെ പ്രതികരിക്കാനുള്ള ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ടാകും. ശരി, ജസ്റ്റിനെ വിടാം. അവരുടെ സ്ഥാപനമായ വീഗാലാൻഡിലെ വീണ് പരിക്കേറ്റ വിജയന് കൊടുക്കാനില്ലേ 5 ലക്ഷം രൂപ? എന്താ കൊടുക്കാഞ്ഞ്? ഈ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അസാധ്യ വിൽ പവറും ഒരു എബവ് ആവറേജ് ഇന്റലക്റ്റും ഉള്ള ഒരു വ്യക്തിയാണ്. ഇതിനു മുമ്പ് വന്നിട്ടുള്ള ഒരു വിത്ത് റെഫറൻസ് ടു നമ്മൾ തമ്മിൽ ഷോ, അപ്പൊ ഐ ഗിവ് ദ ലിങ്ക് ഡൗൺ ബിലോ. അപ്പോ അതില് വന്നപ്പോഴും ഇതിനു മുമ്പുള്ള ഒരു മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നപ്പോഴും വിജേഷ് ഈ വീഗാലാൻഡിനെ എല്ലാം കുറ്റപ്പെടുത്തി. സത്യം പറഞ്ഞാൽ അത് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സെക്കൻഡ് ഇഞ്ചറി, നമ്മുടെ അവയർനെസ് ഇല്ലാതിന്റെ മൂലമായിട്ടുണ്ടായ സെക്കൻഡ് ഇഞ്ചറിയിൽ കാരണമാണ് ശരീരം തളർന്നു പോയതെന്നാണ് വിജയൻ അതിൽ പറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാലും ഈ ഒരു സംഭവം ഉണ്ടായത് വീഗാലാൻഡ് എന്നുള്ള സ്ഥാപനത്തിലായ സ്ഥിതിക്ക് ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്ത കൊച്ചൗസേപ്പ് എന്തുകൊണ്ട് ഈ ഒരു കേസിൽ ഒരു വേണ്ട രീതി പരിഗണിച്ചില്ല എന്നുള്ള ചോദ്യത്തിന് മൂപ്പര് നൽകുന്ന വിശദീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജീഷ് മദ്യപിച്ചു വന്നു എന്നുള്ളതാണ്. അപ്പോ ഈ മദ്യപിച്ചു എന്നുള്ളൊരു സംഭവം സത്യം പറഞ്ഞാൽ സ്റ്റാഫ് പറഞ്ഞു കേട്ട അറിവ് മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു പക്ഷം. കാരണം പൂൾ സൈഡിൽ മൂപ്പരല്ല ലൈഫ് ഗാർഡായിട്ട് നിന്നിരുന്നത്. അപ്പോ മൂപ്പർക്ക് അറിയില്ലല്ലോ അവിടെ എന്താ സംഭവിച്ചുള്ളതെന്ന്. അപ്പോ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ദേ ജസ്റ്റ് ട്രൈങ് ടു സേവ് ദെയർ ഫേസസ്. അപ്പോ ഈ കാര്യത്തെ കുറച്ചുകൂടി പഠിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരാളുടെ ജീവിതം ആണ് എന്തൊക്കെ പറഞ്ഞാലും. ആൻഡ് ഫേസ്ബുക്കിൽ രോഷം കൊള്ളുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടു. അപ്പൊ ഫേസ്ബുക്കിൽ രോഷം കൊള്ളുന്ന ആൾക്കാരൊക്കെ ഇൻക്ലൂഡിങ് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ തുകയാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യം ചെയ്യാം. അവനെ ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ട് കമന്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാണ്ട് ഇയാൾ കുറെ പണം കൊടുക്കട്ടെ മറ്റുള്ള ചെയ്യട്ടെ എന്നൊക്കെ പറയുന്നതിൽ വലിയ അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ വീഗാലാൻഡിന്റെ സേഫ്റ്റിയെ കുറിച്ച് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം അവിടെ ഫസ്റ്റ് എയ്ഡ് പോലും ഡോക്ടർ ഇല്ല. അപ്പോഴോ വീഗാലാൻഡിലത്തെ ഒരു അപകട നിരക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ലോകത്തിൽ ഒരുപാട് അമ്യൂസ്മെന്റ് പാർക്സിനെ വെച്ച് നോക്കുമ്പോൾ വളരെ റേറ്റ് കുറവാണ്. എനിക്ക് തപ്പിയ കുറെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 3 വലിയ അപകടങ്ങളാണ്. ഒരെണ്ണം വണ്ടർലയാണ് ബാംഗ്ലൂർ. അവിടെ ഒരു പെൺകുട്ടി മരിച്ചു. പിന്നെ വിജയന്റെ കേസ്, പിന്നെ വിനോദ് എന്ന് പറഞ്ഞൊരു കേസ്. ഇവര് രണ്ടുപേരും ശരീരം തളർന്നു പോയ 2 ആൾക്കാരാണ്. എനിക്ക് വളരെ അടുത്തറിയുന്ന ഒരാൾക്ക് സത്യം പറഞ്ഞാൽ കൈ ഡിസ്ലൊക്കേഷൻ ആയിട്ടുണ്ട്. അപ്പൊ തന്നെ അവർ ഹോസ്പിറ്റലിൽ എടുത്തു കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് വേണ്ട എന്ത് ചികിത്സ വേണമെങ്കിലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വീഗാലാൻഡിൽ ചെയ്തിട്ടുള്ള സംഭവം എനിക്കറിയാം. പിന്നെ എനിക്കുണ്ടായിട്ടുള്ള ഞാൻ ചെറുപ്പത്തിൽ വീഗാലാൻഡിൽ പോയ സമയത്ത് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കുറെ റൈറ്റ്സിന്റെ പല ഭാഗങ്ങളും തുരുമ്പെടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ശരിയാക്കിയിട്ടൊന്നും എനിക്കറിയാം, കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്. പിന്നെ അതുപോലെ തന്നെ കുറെ റൈറ്റ്സിൽ ഈ ഹാർനസ് ബെൽറ്റ്സ് ഉണ്ടല്ലോ, അതിൽ മുഴുവൻ ഇങ്ങനെ ബ്ലാക്ക് സെല്ലോ ടേപ്പ് വെച്ച് കെട്ടിയിട്ടൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പൊ ചിലപ്പോൾ മാറിയിട്ടാവും. പിന്നെ അന്ന് വീഡിയോ എടുത്തിട്ടുണ്ടോ ഫോട്ടോ എടുത്തിട്ടുണ്ടോ പ്രൂഫ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എന്റെ കയ്യിലില്ല. കുട്ടിയായിരുന്നില്ല ആ സമയത്ത്. ഒരു എക്സൈറ്റ്മെന്റ് നമ്മളതൊന്നും നോക്കിയില്ല, റൈഡിലങ്ങ് കയറി പോവാണ്. ബിലോ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആണോ വെച്ചാൽ അല്ല,
എന്നാൽ ഒരുപാട് സേഫ് ആണെന്ന് വെച്ചാൽ അല്ല താനും. അപ്പോൾ ഈ ഒരു ഇഷ്യൂവിന്റെ പേരിൽ കുറച്ച് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കും. ഈ ഒരു സംഭവം ഇപ്പൊ ഇത്രയും കാലമൊന്നും ഇതിനെ കുറിച്ചൊന്നും കേൾക്കാതെ 5 ലക്ഷം രൂപ കൊടുത്ത സമയത്ത് മാത്രം കേട്ടത് എനിക്ക് തോന്നുന്നു ആ വിജീഷിന്റെ ഒരു എന്താ പറയാ ഫീലിംഗ് ശരിക്കും മനസ്സിലാക്കുന്നത്. അതായത് ഈ വെറുതെ പ്രതികരിച്ച ഒരു സ്ത്രീക്ക് ഒരു 5 ലക്ഷം കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ശരീരം തളർന്നു പോയ എനിക്ക് എന്തുകൊണ്ട് എന്നെന്താ കാണുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യം അതെനിക്ക് അങ്ങനെ ഇന്റർവ്യൂ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ ഒരുപാട് പ്രഷർ കൊടുക്കാതിരുന്ന എനിക്കുള്ള ജോസഫ് ചിറ്റിലപ്പള്ളി തന്നെ പുള്ളിക്ക് എന്നെ മനസ്സുകൊണ്ട് തോന്നിയിട്ട് വേണ്ട സഹായം ചെയ്യും എന്ന് തന്നെയാണ് എന്റെ മനസ്സ് പറയുന്നത്. അപ്പൊ 10 വർഷമായിട്ട് കൊടുക്കാത്ത ആളാണ് ഇനിയിപ്പോ കൊടുക്കാൻ പോണെ. കണ്ടറിയാം. 10 വർഷം മുമ്പുള്ള കാഴ്ചപ്പാട് മാറാൻ വെറും 5 മിനിറ്റ് മതി. അതിന് ചിലപ്പോ കാരണമായതുമാകാം ഈ ഒരു സംഭവം. എന്തായാലും നമുക്ക്